പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി തുഴയാതെ തുഴയുകയായി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടാ. ഇമാതിരി തേഞ്ഞ ഒരു വ്യക്തി ലോകത്തുണ്ടാവില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ കാണുകയാണ്. കോഴിക്കോട് നടന്ന ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭർത്താവ് ഒരു ബസ് കണ്ടക്ടറാണ് ഇങ്ങനെ ഇട്ടിട്ട് നല്ല രീതിയിൽ പൊട്ടിക്കുവാണ്. അപ്പോൾ ഈ വിവം പറയുന്നുണ്ട്, ഇനി ആവർത്തിക്കൂല ചേട്ടാ, മാപ്പ് ചേട്ടാന്ന്. നിനക്ക് എന്താടാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ ഭർത്താവും. അപ്പോൾ സംഭവം എന്താണെന്ന് അറിയാം, ഇയാളുടെ ഭാര്യ ഇവന്റെ ബസ്സിൽ പോകുമ്പോൾ ഇവൻ നമ്പറോ അല്ലെങ്കിൽ എന്തോ തരുമോന്ന് ചോദിച്ച്, ആ തരുമോന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു, ഈ സ്ത്രീ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു വിടാന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പോഴേ ഇവന് സംശയമുണ്ട്, ഇത് കിട്ടും വൈകുന്നേരം ആകുമ്പോഴേക്കെന്ന്. കൃത്യമായിട്ടും വൈകുന്നേരം ആ ലാസ്റ്റ് ട്രിപ്പ് ആകുമ്പോഴേക്ക് അവിടെ ഭർത്താവ് വന്നു. നീ എൻ്റെ ഭാര്യയോട് എന്തോന്ന് ചോദിച്ചിട്ടില്ല, അത് നിനക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പട്ടപ്പെടാന്ന് പൊട്ടിച്ചു. എനിക്കിതിൽ ഏറ്റവും വലിയൊരു അതിശയമായിട്ട് തോന്നിയത് എന്താണെന്നറിയാം, അതായത് ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു മനുഷ്യന്മാർ പോലും ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഇത്രയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടും ഒരാൾ പോലും അയ്യോ ഇയാൾ ചെയ്ത ശരിയായില്ല, ഇയാൾക്ക് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പോലീസിൽ അറിയിക്കാൻ മേലായിരുന്നോ, ഇല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പോലീസിൽ അറിയിക്കാം, ഇങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ പറയുക. പക്ഷെ ഈ ഒരു കേസിൽ മാത്രം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ നിങ്ങൾ ചെയ്തത് നന്നായി, അതും പിന്നെ ഒരുപാട് സ്ത്രീകളാണ് ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ സ്ത്രീകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കണ്ടക്ടർമാരുടെയും വിചാരം, പലരുടേതുമാണ്, എല്ലാവരുടേതുമല്ല. ചില ആൾക്കാരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇവരെ ടിക്കറ്റൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ചിരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ വിചാരം പിന്നെതാ ഇവരങ്ങനെയാണ്, ഇവരെ കിടക്കുന്നത് നമുക്ക് നമ്പർ കിട്ടും, ഇവർ ഭർത്താവിനോട് എന്തോ ഇത് പ്രശ്നമുള്ളവരാണ്, ഇല്ലെങ്കിൽ ഇവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളൊരു വിചാരമാണ് ഇവർക്കൊക്കെ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പല കാര്യങ്ങളും. കാരണം നമ്മളോടൊന്നും ചിരിച്ചോ ഇല്ലെങ്കിൽ അതൊരു മര്യാദേൻ്റെ പേരിലാണ്. നമ്മൾ അവിടെ വെച്ചിട്ട് അങ്ങനെ മുതലെടുത്തിട്ട് കാര്യമില്ല. ഒന്ന് ഇതെല്ലാം കാണിച്ചു കൊടുത്തേട്ടാ. ഏതായാലും ഇതെല്ലാം കാണുമ്പോൾ ഒരു ഭയങ്കര രസമാണ് നടന്ന്. നല്ലൊരു സ്ഥലമാട്ടാ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സ്ത്രീകൾ ഒന്ന് ചിരിച്ച് കാണിക്കുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിചാരിച്ചറിയാം, മനസ്സിൽ അപ്ലിക്കൽ ഇടുവോട്ടാൻ തുടങ്ങും. എന്റെടാ ഇവരങ്ങനെയാണ്, ഇവർ ചിരിക്കുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്പർ ഒന്ന് ചോദിച്ചേക്കാം. അങ്ങനെയാണ് പല ആൾക്കാരും ഈ നമ്പറിൽ പെട്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട ഇതുപോലെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയാനുള്ളത്, ഒരുപാട് നല്ലവർ ജോലി ചെയ്യുന്നൊരു മേഖലയായത്. അതായത് ബസ്സിൽ ഒരുപാട് ടീമുണ്ട്, പക്ഷെ അതുപോലെ തന്നെ കൂറകളും ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് കൂറകൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഈ ബസ്സിൽ. അതിൽ തന്നെ ഏറ്റവും കൂറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർമാരാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചില സ്ത്രീകളും മോശക്കാരല്ല, അവരും ഭയങ്കര തന്നെയാണ്. അവർക്കും ചിലപ്പോൾ ഡിസ്കൗണ്ട് കിട്ടണം, അല്ലെങ്കിൽ അത് കിട്ടണം ഇത് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവരോടൊക്കെ അടുക്കാൻ നിൽക്കുവായിരുന്നു. അതാ ഏറ്റവും വലിയ രസം. അതായത് ഇവരെന്തോ പിന്നെ കണ്ടക്ടറുടെ നമ്പർ മേടിക്കുന്നത്, ബസ് ലേറ്റ് ആവുമെന്ന് ചോദിക്കുന്നത്, വിളിക്കുന്നത്, ഇതൊക്കെ ഈ ചില ആൾക്കാരുടെ ഒരു സ്വഭാവം എന്നുള്ളതാണ്. ചില ആൾക്കാർ നല്ല രീതിയിൽ അതുപോലെ എടുക്കും. ഹലോ ബസ് എവിടെ എത്തി എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉറുമ്പുണ്ടാകും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, റീഡിങ് ഒന്ന് ഇരിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഉറുമ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഭർത്താവ് ഇന്നലെ അങ്ങനെ കൊടുത്തപ്പോൾ അത് ഒരു കണക്കിനെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഇല്ലേ, ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്തതാണ്. കാരണം ചില ആൾക്കാരൊന്നും പറഞ്ഞാൽ ചില സ്ത്രീകളൊന്നും മിണ്ടൂല. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്താ ചെയ്യാന്നറിയാം, വീട്ടിൽ വന്നിട്ട് ഒന്നും ഇത് പറയില്ലായിരുന്നു, ഒരു അക്ഷരം പോലും സംസാരിക്കത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് പേടിച്ചിട്ടാണ്. ഇയാൾ പോയിട്ട് ഇനി എന്തെങ്കിലും അലമ്പുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും അറിയോ, ഇല്ലെങ്കിൽ ഇയാൾ പോയിട്ട് ഇനി എന്താ ഉണ്ടാക്കുക, പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുമോ എന്നൊക്കെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിന് ഇങ്ങനെയുള്ള ടീമുകൾക്കുള്ള മരുന്ന് ഇത് തന്നെയാണ്. അതായത് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം വന്നിട്ട് ഭർത്താവിനോടോ ഇല്ലെങ്കിൽ സഹോദരങ്ങളോടോ പറയാ, കയ്യോടെ കൊണ്ടു കൊടുക്കുവാന്. ഇന്നലെ അവന് കിട്ടിയപ്പോൾ സമാധാനമായി, ഇന്നലെ അവന് നല്ല രീതിയിൽ കിട്ടി, ആ ചോദിച്ച കാര്യങ്ങളൊക്കെ കിട്ടി. എന്തൊക്കെയാണെന്ന് അവന് വേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ആ ഭർത്താവ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അല്ലാതെ ഇതിൻ്റെ പുറകെ പോയിട്ട് മറ്റുള്ളവരോട് പറഞ്ഞ് ഇവരോട് പറഞ്ഞ് പ്രശ്നമാക്കുന്നതിലും നല്ല സ്വന്തം ഭർത്താവിനോട് പറയാ. എന്തിനു പേടിക്കുന്നത് നിങ്ങൾ? അതായത് ഏതൊരുത്തിൻ്റെ അടിമയൊന്നുമല്ല. ഒരു ബസ് കയറി സഞ്ചരിക്കുമ്പോഴേക്ക് എന്തോ ഒരു അടിമത്തം പോലെയാണ് ചില ആൾക്കാർക്ക്. അതായത് അയ്യോ ബസ് കയറുന്ന എല്ലാവരും ഇങ്ങനെയാണോ, ബസ് കയറുമ്പോഴേക്ക് ഇങ്ങനെയുള്ള ഒരുപാട് വിചാരമുള്ള കുറേ ടീമുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പേടിച്ച് നിൽക്കരുത്. നമ്മളൊരാളോട് ഒരു ചിരിച്ച് കാണിച്ചു എന്ന് കരുതിയിട്ട് അപ്പോൾ തന്നെ വന്നിട്ട് നമ്പർ തരുമോ എന്ന് ചോദിക്കുന്ന അവന്മാർക്കെല്ലാം ഉള്ളൊരു പാടാണിത്. മനസ്സിലായ? ഒരു നല്ലൊരു പാടാണിത്. ഏതായാലും ആ സഹോദരി പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ
ആ ഒരു ആള് അതിനു വേണ്ടിയിട്ട് മനക്കെട്ടപ്പോഴും അതിലും കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഇന്നലെ നല്ല ഹിറ്റാട്ടാ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരമ ന്യൂസിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വൈറൽ വാർത്ത തന്നെയാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഒരാൾ പോലും ഈ 5 ലക്ഷത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ഇവന് സപ്പോർട്ടായിട്ട് നിൽക്കണ്ടേ? ഒരുത്തൻ പോലും സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരാൾ പോലും ഇത് മോശമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഇവന്മാർ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെയല്ല, പലതരത്തിലുള്ള ആൾക്കാരും ഉണ്ടാകും. എല്ലാവരും എന്ന് പറയുന്നത് ചിലപ്പോൾ നാളെ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് വന്ന ആൾക്കാരുണ്ടാകാം. പക്ഷെ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ വന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാകാം. കാരണം അതൊരു നാണക്കേടല്ലേ? ഒരു സ്ത്രീയോട് അനാവശ്യമായിട്ട് പെരുമാറുക ഒരുപാട് സംഭവങ്ങൾ ഇത് ഉണ്ടാകുന്നുണ്ട്. ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ കമൻറ്റ് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ മിക്ക സ്ത്രീകൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ്. എന്താ വെച്ചാൽ ഇത് എന്തൊക്കെ ഒരു പ്രശ്നമാകുമോ, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും അറിയുമോ, ഇനി ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല പ്രശ്നമാകുമോ, ഇനി അവരാരെങ്കിലും പറഞ്ഞാൽ ഇത് കുഴപ്പമാകുമോ, പോലീസ് അറിയോ, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുമോ എന്നുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഏതായാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല മക്കൾ. എന്താ പ്രശ്നമാണ് മനസ്സിലായ? അതിൽ എനിക്ക് ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കൂടെയുള്ള ഒരാൾ പോലും ഒന്ന് രക്ഷപ്പെടുത്താൻ പോലും നിന്നില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് മനസ്സിലായി ഇവൻ ചോദിച്ച കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. ഇനി ഇവൻ ചോദിച്ചിട്ടില്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരുത്തിന് ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിന് ഇവനോട് സംസാരിക്കാൻ പറ്റട്ടെ. ഇവരൊരാള് പോലും വന്ന് സംസാരിക്കുന്നില്ല. ഇതാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കൃത്യമായിട്ട് ചെയ്ത ഒരു തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ ശിക്ഷ ഇവന് ആ നിമിഷം കിട്ടുകയും ചെയ്തു. അപമാനിതനായിട്ട് ശരിക്കും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഭാര്യയും മക്കളും എല്ലാവരും ഇത് കാണുന്നുണ്ടാവും, അവന്റെ കുടുംബക്കാരും മുഴുവൻ കാണുന്നുണ്ടാവും. എല്ലാവരും കാണട്ടെ. ഇമാതിരി തോന്നിയവാസം ചെയ്യുന്നവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പൊതുജന മധ്യത്തിൽ നല്ല രീതിയിൽ തുണിയൊരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. തൊലിയൊരിക്കണം ഇങ്ങനെ ഇതുപോലെ പറഞ്ഞിട്ടാണെന്ന്. അവൻ ഇന്നലെ കൈകോപ്പിയിട്ട് ഇങ്ങനെ ഇനി ചെയ്യില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇല്ല. അതൊരു വലിയൊരു എന്താ പറയുക, ആ സ്ത്രീക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഭാര്യ ഇത് വന്ന് പറഞ്ഞപ്പോൾ തന്നെ നിന്റെ സ്വഭാവവും അങ്ങനെ ആയിരിക്കും, നീ അവനോട് ചിരിച്ചു കാണിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ നീ ഇങ്ങനെ കാണിച്ചിട്ടല്ലേ എന്ന് പറയാതെ അതിൻ്റെ മുന്നിൽ ഇതാ പോയിട്ട് ചോദിക്കാൻ നിന്ന ആ ഒരു ഹസ്ബൻഡ് ഉണ്ടല്ലോ, അയാൾക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇതുപോലെയാണ് വേണ്ടത്. പല സ്ത്രീകളും പേടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ അത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവരെ മുമ്പ് പോയിട്ട് ഇങ്ങനെ നിന്നിട്ടല്ലേ, നിനക്ക് നിൽക്കാണ്ടെന്നൂടെ, നീ അവരോടുണ്ടാവും ചിരിച്ച് കാണിച്ചിട്ട് പിന്നെ ഓനോട് അതിനോട് നമ്പർ ചോദിക്കാണ്ടിക്കുക. ഇങ്ങനെയാണ് പല ആൾക്കാരും പറയുന്നത്. ഏതായാലും അവർക്കെല്ലാം ഉള്ളൊരു മറുപടിയാണ് ഇന്നലെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുമക്കൾ, അതായത് ഈ കണ്ടക്ടർമാരായ ചില കുഞ്ഞുമക്കളോട് ഞാൻ പറയാനുള്ളത്, എല്ലാവരും ഒരുപോലെയല്ല. നിങ്ങളോട് പഞ്ചായത്തടിക്കുന്നതും നിങ്ങളോട് സൂചിപ്പിക്കുന്നതുമാണ് ആൾക്കാർ കുറേ ഉണ്ടാകും. കാരണം കുറേ ആൾക്കാരുണ്ടാകും. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഇതുപോലെ ഒരു ബസ്സിൽ യാത്ര ചെയ്യില്ല. ആ ഒരു സ്ത്രീ അവനുമായിട്ട് എന്താ പറയേണ്ടത്, അയ്യോ എന്തൊരു പഞ്ചായത്തടിയാണെന്നറിയാടുന്നേ. ഭയങ്കരമായിട്ട് ഈ ബാക്കിലിരിക്കുന്ന ഇത്രയും ആൾക്കാർ ഇങ്ങനെ നോക്കുകയാണ് ഈ സംഭവം മുഴുവൻ. ഞാനും നോക്കി. കാരണം എന്താണെന്ന് അറിയണമല്ലോ. ആ സ്ത്രീ ആണെങ്കിൽ ഭയങ്കര സൗണ്ടിൽ വീട്ട് വെച്ചിട്ടൊക്കെ. അപ്പോൾ ഇവരറിയൊന്നും ചെയ്യില്ല, ഇവർ പരസ്പരം തമ്മിൽ ഈ ബസ്സിൽ കണ്ട പരിചയമുള്ളൂ. പക്ഷേ അവൻ നല്ല രീതിയിൽ എന്താ പറയേണ്ടത് ഇത് ആസ്വദിച്ചേക്കുന്നത്. അവനെന്ത് പ്രശ്നമാണ് നടന്നത്, അവൻ തന്നെ ചിരി വരുന്നുണ്ടാവും ശരിക്കും ഈ സ്ത്രീയുടെ വാക്ക് കേട്ടാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഒരുപോലെയല്ല, പലരും എന്ന് പറഞ്ഞാൽ പല ടൈപ്പാണ്. അതുകൊണ്ട് ഇമ്മാതിരി തോന്നിയവാസത്തിന് ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കുക. ഇതുപോലെയുള്ള ഭർത്താക്കന്മാർ ഉണ്ടാകും. അവന്മാരുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാണം കെട്ടി ജീവിക്കേണ്ടി വരുന്ന ഞാൻ പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പ്രതികരിക്കാതിരിക്കരുത് സഹോദരിമാരെ, എല്ലാവരും പ്രതികരിക്കണം. നന്ദി, നമസ്കാരം. ബൈ ബൈ.